നമ്മൾ കരുതിയിരിക്കേണ്ടതാണ്. ഇവരൊക്കെ നമ്മൾ വലിയ ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, അമിതാഭ് ബച്ചൻ അല്ലെങ്കിൽ രജനീകാന്ത് ഈ അയോധ്യയിൽ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയ്ക്ക് പോകുന്ന ആരും വിചാരിച്ചിരുന്നു? അമിതാഭ് ബച്ചൻ എന്ന് പറയുന്ന ആളെ ഇന്ദിരാഗാന്ധിയുടെ പ്രിയ സുഹൃത്തായിരുന്നു, രാജീവ് ഗാന്ധിയുടെ സുഹൃത്തായിരുന്നു, കോൺഗ്രസിൻ്റെ MP ആയിട്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കലാകാരന്മാർ, നമ്മൾ പറയുമല്ലോ, നമ്മൾ കൊണ്ടാടുന്ന ആളുകൾ, സെലിബ്രിറ്റികൾ, അപ്പോൾ അവരെ വലിയ ശതമാനത്തിന് വിശ്വസിക്കാൻ വയ്യ. നിങ്ങൾ കേട്ടില്ലേ എന്താണ് MN കാരശ്ശേരിയൊക്കെ ഈ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇതൊരു വലിയ വീഡിയോ ആയിരുന്നു. അതിൽ എൻ്റെ ചെറിയ ഭാഗമാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ആ വീഡിയോയിൽ ഉടനീളം ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചിത്ര ഉൾപ്പെടെയുള്ള കലാകാരന്മാരൊക്കെ തന്നെ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുത്തത്, അതിനെ അനുകൂലിക്കുന്നത്, അതേപോലെ തന്നെ സംഘപരിവാറിലേക്ക് കലാകാരന്മാരൊക്കെ അനുകൂലിച്ച് മുന്നോട്ട് പോകുന്നത് അത് വലിയ പ്രശ്നമാണ്, അത് സകല ആളുകളും കരുതിയിരിക്കണമെന്നൊക്കെയാണ് ആ വീഡിയോയിൽ ഉടനീളം പറയുന്നത്. നമ്മളിവിടെ കൊടുത്തിട്ടുള്ള ഒരു ചെറിയ ഭാഗത്ത് തന്നെ MN കാരശ്ശേരി പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? അതായത് ഇന്ദിരാഗാന്ധിയുടെ പ്രിയ സുഹൃത്തായിരുന്നു അമിതാഭ് ബച്ചന്, രാജീവ് ഗാന്ധിയുടെ സുഹൃത്തായിരുന്നു അമിതാഭ് ബച്ചന്. ഈ MN കാരശ്ശേരിയോട് വളരെ ലളിതമായിട്ട് ചോദിക്കുകയാണ്, അതിലെന്താണ് ഇവിടെ പ്രശ്നമുള്ളത്? അമിതാഭ് ബച്ചൻ താൻ വിശ്വസിക്കുന്ന മതത്തിൻ്റെ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നത് കൊണ്ട് എന്താണ് ഇവിടെ പ്രശ്നമുള്ളത്? നമ്മുടെ രാജ്യത്തെ സുപ്രീം കോടതി സെറ്റിൽ ചെയ്ത് മുസ്ലിം വിഭാഗത്തിന് കൃത്യമായി സ്ഥലം കൊടുത്ത് പള്ളി നിർമ്മിക്കാനൊരു സൗകര്യങ്ങളൊക്കെ കൊടുത്ത് ആ വിഷയം തന്നെ സെറ്റിൽ ചെയ്ത രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ അമിതാഭ് ബച്ചൻ തൻ്റെ മതവിശ്വാസ പ്രകാരമുള്ള ചടങ്ങിൽ പങ്കെടുത്തതിൽ ഇദ്ദേഹത്തിനൊക്കെ എന്താണ് ഇത്രത്തോളം വലിയ പ്രശ്നം? ഇദ്ദേഹം ഈ വീഡിയോയിലൊക്കെ ഉഡാനീളം പറയുന്നുണ്ട് സംഘപരിവാറിലേക്ക് കലാകാരന്മാർ അനുകൂലിക്കുന്നു എന്ന്. അല്ല, നമ്മുടെ രാജ്യത്ത് സംഘപരിവാറിനെയോ RSSനെയോ നിരോധിച്ചിട്ടുണ്ടോ? ഒക്കെ പോട്ടെ, ഈ MN കാരശ്ശേരിയൊക്കെ അംഗീകരിക്കുന്ന UPA നമ്മുടെ രാജ്യം അടക്കി ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ഈ RSSും സംഘപരിവാറൊക്കെ തന്നെ വളരെ നല്ല രീതിയിൽ ഇവിടെ പ്രവർത്തിച്ച് മുന്നോട്ട് പോയിട്ടില്ലേ? എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നു? അല്ല, നമ്മുടെ രാജ്യത്ത് നിരോധിക്കാത്ത ഒരു സംഘടനയിൽ കലാകാരന്മാരൊക്കെ പോകുന്നതിൽ എന്താണ് ഇവിടെ പ്രശ്നമുള്ളത്? അതേപോലെ തന്നെ നമുക്കൊക്കെ തന്നെ അറിയാം, നമ്മുടെ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവികൾ, കമ്മ്യൂണിസ്റ്റ് സാഹിത്യകാരന്മാർ, കമ്മ്യൂണിസ്റ്റ് സിനിമാ താരങ്ങൾ, അതായത് കമ്മ്യൂണിസ്റ്റിനെ അനുകൂലിക്കുന്ന സാഹിത്യകാരന്മാരോ കലാകാരന്മാരോ ഉണ്ടായതോ അല്ലെങ്കിൽ അതിനെ അനുകൂലിക്കുന്നതിൽ യാതൊരു പ്രശ്നവും MN കാരശ്ശേരിക്ക് ഇല്ല എന്നുള്ളതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേസമയം ഇദ്ദേഹമൊക്കെ യഥാർത്ഥ ഒരു നിഷ്പക്ഷനായിരുന്നെങ്കിൽ എന്തായിരുന്നു പറയേണ്ടിയിരുന്നത്? ഒന്നുകിൽ ഈ ഒരു കലാകാരന്മാരും ഒരു കമ്മ്യൂണിസ്റ്റിലോ അല്ലെങ്കിൽ സംഘപരിവാറിലോ ഒന്നിലേക്കും തന്നെ പോവരുത്. അല്ലാതെ ഒരു കമ്മ്യൂണിസ്റ്റിനെ അനുകൂലിക്കുന്നതിൽ ഇവിടെ യാതൊരു പ്രശ്നം, അല്ലെങ്കിൽ കോൺഗ്രസിനെ അനുകൂലിക്കുന്നത് അതിൻ്റെ പ്രധാനമന്ത്രിമാരുമായിട്ട് പ്രിയ സുഹൃത്തുക്കളായിട്ട് മുന്നോട്ട് പോകുന്നതിലോ യാതൊരു പ്രശ്നവുമില്ല. അതേസമയം സംഘപരിവാറിനെ അനുകൂലിക്കുന്നത് വലിയ പ്രശ്നമാണ്. ഇത് എന്ത് തരം നിഷ്പക്ഷതയാണ്? ഇതൊക്കെ സകല ആളുകൾക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നമുക്കൊക്കെ തന്നെ അറിയാം, ഉത്തരേന്ത്യയിൽ JNU ഒക്കെ കേന്ദ്രീകരിച്ച് ഇതുപോലെ നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെ പരമാവധി ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പ്രചരിച്ചുകൊണ്ട് ഇരുന്നു. പക്ഷേ അതൊന്നും തന്നെ നടക്കാതെ വന്നപ്പോൾ ഇപ്പോഴുള്ളത് കേരളമാണ്. കേരളത്തിൽ എങ്ങനെയെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇമാതിരിയുള്ള ആളുകളൊക്കെ സംഘപരിവാർ വലിയ പ്രശ്നമാണ് എന്ന രീതിയിൽ കള്ളപ്രചരണമൊക്കെ നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇമാതിരിയുള്ള ആഹ്വാനങ്ങളും പറയുന്നതൊക്കെ തന്നെ സകല കേരളത്തിലെ ജനങ്ങളും കൃത്യമായിട്ട് തിരിച്ചറിയും. എന്താണ് യഥാർത്ഥ നിഷ്പക്ഷത എന്നുള്ളതൊക്കെ ആളുകൾക്കൊക്കെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ.